ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എടാ രാജു, എടാ രാജു മോനെ, രാജു നിക്കടാ. ഈ ചെക്കന് ചെവിയും കേട്ടൂടെ? നിനക്ക് ആഹാരമൊന്നും വേണ്ടേ? ചേടാ എന്നോട് പിണങ്ങിക്കിടന്ന് ഉറക്കമാണല്ലേ? സുഖായ ഉറക്കം, ഗുഡ് സ്ലീപ്പ്. എങ്കി അങ്ങനെ ഉറങ്ങാൻ ഞാൻ സമ്മതിക്കൂല. എല്ലാ സത്യവും ഇന്ന് തുറന്ന് പറയും. പറയാനുള്ളതെല്ലാം കേൾപ്പിച്ചിട്ടെ വെരി റെസ്പെക്ട് മാഡത്തെ ഞാൻ ഉറക്കും. മാഡം ഉറക്കായിരുന്നോ? അല്ല, ഓടുമായിരുന്നു. ഓ, എന്നാലേ ആ ഓട്ടം കുറച്ചു നേരത്തേക്ക് ഒന്ന് നിർത്തിക്കോ. എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഈ രാജുവിന് എന്താ പറ്റിയേ? വേറെ ഒരാളായിട്ട് മാറിയതുപോലെ ഒരു ഫീല്. എന്ത് സംസാരിക്കണം? ആ നിക്ക് 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 ഒരു മിനിറ്റ്, ഞാനൊന്നേ ഒരുങ്ങിക്കോട്ടെ. അല്ല, സംസാരിക്കുന്നതിന് മുൻപ് മേക്കപ്പ് ചെയ്യണോ? പരിഹസിക്കല്ലേ പരിഹസിക്കല്ലേ. ഞാനേ ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ. എന്റെ ഗുരുനാഥനും ആദർശ പുരുഷനുമായ വർമ്മ സാറെ, എന്നെ അനുഗ്രഹിക്കണേ. എന്റെ ദൈവങ്ങളെ, ഈ പാവത്തിനെ കാത്തു രക്ഷിക്കണേ. നിങ്ങൾക്കറിയാലോ ഞാനൊരു ദുഷ്ടനല്ലാന്ന്. എല്ലാവരും എന്നെ അനുഗ്രഹിക്കണേ. മാഡം, വളരെ സിൻസിയറായിട്ട് പറയാ, ഞാനിപ്പോ എന്റെ ഹൃദയം തുറന്നു കാട്ടാൻ പോവാ. അത് ചെമ്പരത്തി പോവാണെന്ന് മാത്രം മാഡം പറയരുത്. പുതിയ കള്ളത്തരങ്ങളും കണ്ടുപിടിച്ചോണ്ട് വന്നിരിക്കണോ? കള്ളത്തരം അല്ലല്ലോ മാഡം. ഇനിയെങ്കിലും ഞാൻ പറയുന്നത് വിശ്വസിക്കാൻ മാഡം തയ്യാറാവണം. ഇതുവരെ പറഞ്ഞതൊക്കെ വിശ്വസിച്ചവളാ ഞാൻ. ഞാനിപ്പോ തെറ്റുകാരിയായി. എന്റെ അമ്മ പറഞ്ഞെന്ന് കരുതി നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ കല്യാണം കഴിച്ച് വലിയ ത്യാഗിയായി മാറിയ മനുഷ്യനല്ലേ നിങ്ങള്? എന്നെ ഇഷ്ടമല്ലായിരുന്നെങ്കിൽ, എനിക്കൊരു ഭാര്യയുടെ എല്ലാ അവകാശങ്ങളും നൽകി ജീവിക്കാനായിരുന്നില്ലെങ്കിൽ എന്തിനീ ദ്രോഹം ചെയ്തു? 2 ജന്മങ്ങളല്ലേ ഒരുമിച്ച് തകരുന്നത്. മാഡം, എനിക്ക് പറയാനുള്ള ഒന്ന് കേക്കൂ. എന്നെ സംസാരിക്കാൻ അനുവദിക്കുക. ഒരാള് മാത്രം സംസാരിച്ച പോരല്ലോ. മാഡം, മാഡത്തെ ഞാൻ സ്നേഹിച്ചിട്ടില്ല എന്ന് മാത്രം പറയരുത്. എന്റെ എല്ലാമായ വർമ്മ സാറിനോടുള്ള സ്നേഹവും ബഹുമാനവും കൊണ്ട് എനിക്ക് ഈ ഋതിക മാഡത്തെ കല്യാണം കഴിക്കാൻ എനിക്ക് പേടിയായിരുന്നു. ഇതാണ് സത്യം. ഇതിന്റെ അർത്ഥം എനിക്ക് മാഡത്തിനോട് സ്നേഹമില്ല എന്നല്ല. ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് മാഡം.